നമസ്കാരം. നമസ്തേ. ശ്രീലെ പുതിയൊരു വാർത്ത കേൾക്കുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു ഉറച്ച ശബ്ദം ഈ കേരളത്തിലെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള കേരള സംസ്ഥാന കമ്മിറ്റിയിൽ, അതിന് കീഴിൽ വരുന്ന ജില്ലാ കമ്മിറ്റിയിൽ, അതിന് താഴെയുള്ള ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അതിലിതാ പാറശാല നിന്നൊരു ഉറച്ച ശബ്ദം വരുന്നു. പരാജയത്തിൻ്റെ കാരണം എന്തെന്ന് പിണറായി വിജയൻ പറയണം. ഈ ആദ്യത്തെ 6 റൗണ്ട് പിന്നിൽ നിന്ന പിണറായി വിജയൻ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് MLA സ്ഥാനം രാജിവെക്കണം, മാതൃക കാണിക്കണം. പറയുന്നത് പാറശാല ഏരിയ കമ്മിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ചുണക്കുട്ടികളുണ്ട് CPM. അത് ഈ പുന്നാപുരം കോട്ട എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്ന് വന്ന് അങ്ങനെ പാർട്ടിയെ അളന്നു തൂക്കി ഭരിക്കണ്ട, ഇവിടെയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? അന്തംകമ്മികൾക്കിടയിലും പ്രതീക്ഷയുടെ നേർത്ത വെട്ടം. എന്താണ് ഈ പാറശാല ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ആരാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? എന്താണ് അവരുടെ ആവശ്യം? അതായത് കേരളത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി, 10 അല്ല, ഏതാണ്ട് ഒരു 15 വർഷത്തിലേറെയായിട്ട് കമ്മ്യൂണിസം പോയി പിണറായിസമാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. മിന്നൽ പിണറായി കടന്നു വന്നപ്പോൾ അങ്ങനെയാണ്. അന്ന് മുതൽ കേരളത്തിലെ CPM-ൽ ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ല, പിണറായിസമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷെ ആർക്കും ഇതങ്ങോട്ട് തുറന്നു പറയാനുള്ള ധൈര്യം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യത്തെ തവണ ഭരണത്തിൽ വന്നു, എന്നിട്ട് പോലും അന്ന് കാണിച്ച ജനദ്രോഹ നടപടികളൊക്കെ ഉണ്ടെങ്കിലും രണ്ടാം തവണ പിന്നീടും ഭരണത്തിൽ വന്നു. ഈ രണ്ടാം തവണ തുടർച്ച കിട്ടിയതിന് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പാർട്ടിയുടെ മിടുക്കോ പിണറായിയുടെ മിടുക്കോ ഒന്നുമല്ല. ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് CAA വിരുദ്ധ സമരത്തിന്റെ ഭാഗമാക്കി അതിനെ മുതലെടുത്ത്, കോവിഡ് മുതലെടുത്ത് ഒക്കെയാണ് തുടർഭരണം ഉറപ്പാക്കിയത്. അതായത് ആ രണ്ടാം കോൺഗ്രസിന്റെ ബലഹീനതയും ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ BJP ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 8 നിലയിലുള്ള അക്കൗണ്ടും പൂട്ടി കൈ കൊടുത്ത്, താക്കോല് കൈ കൊടുത്തിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. രണ്ടാം തവണ പിണറായി വിജയൻ ഭരണത്തിൽ വരുമ്പോൾ ഈ ആദ്യത്തെ തവണ ജയിച്ച് രണ്ടാം തവണ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടായ സമയത്ത് മറ്റൊരു സംസ്ഥാനങ്ങളിലും CPM-ന് ഭരണം ഉണ്ടായിരുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കും ഭരണം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്നത് ത്രിപുരയിലാണ്, അതും BJP കൊണ്ടുപോയി. അതെ, അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാതിരുന്നതുകൊണ്ട് CPM തന്നെ പിണറായി വിജയനിലേക്ക് ചുരുങ്ങി. അതായത് ഈ കേന്ദ്ര കമ്മിറ്റി പാർട്ടി. അപ്പൊ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ വെറും പ്രഹസനമായി മാറി. കാരണം കേരളത്തിൽ നിന്ന് എന്തെങ്കിലും പണം കിട്ടിയെങ്കിൽ ഈ വൃന്ദ കാരാട്ടിനും ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും എടുക്കാൻ കഴിയുള്ളവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരണമെങ്കിൽ കേരളത്തിൽ നിന്ന് പണം കിട്ടണമെന്ന അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഒരു വലിയ അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. ഡൽഹിയിലെ AKG ഭവൻ, അതിന്റെ കറണ്ട് വാടക ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരവസ്ഥ വന്നതുകൊണ്ട് തന്നെ പിണറായിയുടെ അപ്രമാദിത്യം കേരളത്തിലെ പാർട്ടി കേഡറുകളും പാർട്ടിയും നേതാക്കന്മാരും അങ്ങ് അംഗീകരിച്ചു പോവുകയായിരുന്നു. പക്ഷെ ഇത്തവണ ഈ 10 വർഷത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കേഡറുകൾ പ്രതികരിച്ചു എന്നുള്ളത്, സാധാരണ ജനങ്ങളല്ല പ്രതികരിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ഉണ്ടാകാം. പക്ഷെ അതിൽ കൂടുതൽ ഈ കേഡറുകളാണ് പാർട്ടി കേഡറുകൾ പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മൾ പിണറായിയിൽ കണ്ടത്. അതാണ് പിണറായി പിണറായി വിജയൻ ധർമ്മടത്ത് 6 റൗണ്ട് വെള്ളം കുടിക്കാനുണ്ടായ സാഹചര്യം. അത് യഥാർത്ഥത്തിൽ ജനങ്ങൾ, അവിടുത്തെ CPM കോട്ടയാണ്, പാർട്ടി ഗ്രാമമാണ്, അവിടുത്തെ ജനങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം അങ്ങും ഇങ്ങും നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പിണറായി വിജയനെതിരെ പ്രതിഷേധം. കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവര് ഈ മുസ്ലിം ന്യൂനപക്ഷം, ഇപ്പം ഞാൻ ക്ഷമിക്കണം ഇടയ്ക്ക് പറയുന്നത്, ഇപ്പൊ KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ലീഗ് കൊണ്ടുപോയി അതുകൊണ്ടാണെന്ന്. ഈ ധർമ്മടത്ത് എത്ര മുസ്ലിം വോട്ടുണ്ട്? അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്, അദ്ദേഹം കോൺഗ്രസിന്റെ. നോക്കൂ, അവിടെ ജനം വളരെ കൃത്യമായിട്ട് ആണ് അവിടെ മറുപടി കൊടുത്തത്. ഈ ധർമ്മടത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ എണ്ണം അത്ര കണ്ട് വളരെ കൂടുതലുള്ള മണ്ഡലമാണ്. നാമമാത്രമായിട്ട് അവിടെ ഒരു ചെറിയ സംഖ്യ ഉണ്ട്. പക്ഷേ അവിടുത്തെ ശ്രീല പറഞ്ഞതിന് ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്, പാർട്ടി കേഡറുകളാണ്, വളരെ കൃത്യമായിട്ട് കേഡറുകളാണ്
പിണറായി വിജയൻ എല്ലാ പാർട്ടിയിലും ഇതൊക്കെ സംഭവിക്കുന്നതാണ്. സാധാരണ ഈ കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ അഹങ്കരിച്ചാൽ അതാണ് എല്ലാ ആൾക്കാർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യമാണിതെന്ന് മുൻകൂട്ടി കാണാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ BJP ഉൾപ്പെടെയുള്ള ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ ഒരു വിപ്ലവം ഉണ്ടാകുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും വലിയ ജനദ്രോഹ നയങ്ങളോ വലിയ ഏകാധിപത്യമോ മറ്റ് അണികളെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാത്ത നീക്കമോ അണികളെ മൈൻഡ് ചെയ്യാത്ത നീക്കമോ ഒക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അണികൾ പ്രതികരിക്കും. എത്ര കേഡറുകളാണെങ്കിലും പ്രതികരിക്കും. അത് സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. CPM-ന്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ. ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം എത്ര കെട്ടുറപ്പുള്ള പാർട്ടിയായിരുന്നു നമുക്കറിയാം. ഒരു കാലത്തും കേഡറുകൾ തിരിച്ച് മാവിൽ തേങ്ങ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മാവിൽ തേങ്ങയാണെന്ന് പറയുന്നവരാണ്. കൊടുക്കുന്ന ക്യാപ്സൂളുകൾ മുഴുവൻ വിതരണം ചെയ്യുന്നവരാണ്. പക്ഷെ ഇത്തവണ സംഭവിച്ചത് വളരെ കൃത്യമായി തന്നെ കേഡറുകൾ ഇനി നിങ്ങളെ കൊണ്ട്, നേതാക്കന്മാരെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ നിങ്ങൾക്ക് ഇവരെ ഈ പിണറായി വിജയനെ മര്യാദ പഠിപ്പിക്കാൻ കഴിയില്ല, എന്നാൽ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കാം എന്ന നിലപാടിലായിരുന്നു എന്നുള്ളത് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെയാണ് ഇത്തവണ എല്ലാ ജില്ലാ കമ്മിറ്റിയിലും എല്ലാ ഏരിയ കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെ പ്രതിഷേധം വരുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായി പിണറായി വിജയനെ കൗണ്ടർ ചെയ്തുകൊണ്ടോ അല്ലെ കൃത്യമായി ഒരു പിണറായി വിജയന്റെ പേര് പറഞ്ഞൊന്നുമല്ല. പാറശാലയിലെ കമ്മിറ്റിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് കാരണഭൂതൻ പാട്ടും തിരുവാതിരയും ഒക്കെ അവതരിപ്പിച്ച ഏരിയ കമ്മിറ്റിയാണ് പാറശാല ഏരിയ കമ്മിറ്റി. അപ്പൊ അവരുടെ കാരണഭൂതൻ രാജിവെക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായും അത് പ്രസക്തമായ കാര്യം തന്നെയാണ്. കാരണഭൂതൻ രാജിവെക്കണമെന്നും പരാജയത്തിന്റെ കാരണങ്ങൾ പറയണമെന്നും MLA സ്ഥാനത്തിന് പോലും യോഗ്യനല്ല എന്ന് MLA സ്ഥാനം വരെ രാജിവെക്കണമെന്നും പറഞ്ഞു വെക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇത്തവണ ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ട് ഒരു സംശയം കൂടെ ചോദിക്കും. പിന്നെ പാറശാല ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഈ ആവശ്യം ഉന്നയിച്ച ആൾ ആരാണ്, ഏത് നേതാവാണ് എന്നൊന്ന് CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ജയകുമാർ അദ്ദേഹമാണ്. എന്റെ സംശയം അതല്ല, ഇദ്ദേഹത്തിനെ തേടി ഇനി മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് തൽക്കാലം തിരിയുമോ തോന്നുന്നില്ല. കാരണം തൽക്കാലം തിരിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്ന പിണറായി വിജയൻ പറയാൻ പറ്റില്ല. കാരണം നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ നിൽക്കുകയാണ്. വോട്ടെടുപ്പിന് ഏതാനും ദിവസം മുമ്പാണ് കുലംകുത്തി എന്ന് ആരോപിച്ച് പാർട്ടി വിചാരണ നടത്തി നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള ഉത്തരവില് നേതാക്കൾ ഒപ്പുവെച്ചത്. അതിൻപടി അത് അവരുടെ ഈ കൊട്ടേഷൻ ടീം അത് നടപ്പാക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോ പണ്ടത്തെ പോലെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ശക്തമായതുകൊണ്ട് പണ്ടത്തെ പോലെ കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. 26 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി പാർട്ടി. ഇതിൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ ഇനി ഒരു കാലഘട്ടത്തിലും ഇല്ല. അത് മാത്രമല്ല, ഇനി മുമ്പോട്ട് പോകുന്തോറും ഇത് പ്രതിസന്ധികൾ രൂക്ഷമാകാനേ സാധ്യതയുള്ളൂ. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷത്തായി. സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിക്കില്ല പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമെന്ന്. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം സമ്മതിച്ചത് തന്നെ അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവി വേണം. അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അദ്ദേഹം ഭരണത്തിന്റെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞു. പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നപ്പോൾ ആ ഭരണത്തിന്റെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ലാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ അദ്ദേഹം എടുത്തൊരു വീട് തിരുവനന്തപുരം നഗരത്തിൽ ഒരു ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഒരു നഴ്സിംഗ് ഹോമായി, വത്സല നഴ്സിംഗ് ഹോം എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണ്. 5 മുറിയുള്ള കെട്ടിടം. മാസത്തിൽ 3 ലക്ഷം രൂപയാണ് അതിന്റെ റെന്റ് എന്നാണ് കേൾക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കമ്മ്യൂണിസം പറഞ്ഞ് 3 ലക്ഷം രൂപ റെന്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് വീട് വെക്കാൻ 4 ലക്ഷം രൂപയാണ് ആകെ വകയിരുത്തുന്നത്. 3 ലക്ഷം രൂപ അദ്ദേഹം വാടക കൊടുത്ത് താമസിക്കുകയാണ്. ഒന്നാമത് പ്രതിപക്ഷ നേതാവിന് കന്റോൺമെന്റ് ഹൗസിൽ താമസിക്കാം. എന്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മറ്റുള്ള പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ കന്റോൺമെന്റ് ഹൗസിലല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഇനി മാറുമോ? ഏതായാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല. മാറാൻ സാധ്യതയുണ്ടോ, താൽക്കാലികമായ ഇടപാടാണോ ഈ 3 ലക്ഷം രൂപയ്ക്ക് എടുത്തതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹം വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. ആ വാടക വീട് തിരുവനന്തപുരം നഗരത്തിൽ ഉള്ള ഒരു വലിയ ആശുപത്രി, അത് 5 ബെഡ്റൂമൊക്കെയുള്ള ലിഫ്റ്റൊക്കെ സംവിധാനമുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി, പിണറായി വിജയന്റെ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ നടപടികളുടെ ഒരു നേർസാക്ഷ്യം കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ക്ലിഫ് ഹൗസിനടുത്ത് 8 പോലീസുകാരെയാണ് അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നത്. ആ പോലീസുകാർക്ക് ഒരു ജീപ്പ്, ഒരു തകർന്നടിഞ്ഞ ജീപ്പായിരുന്നു ഇരിക്കാൻ. അത് ക്ലിഫ് ഹൗസിലാണോ അദ്ദേഹത്തിന്റെ ധർമ്മടത്ത വീട്ടിന്റെ? ക്ലിഫ് ഹൗസിലാണ്. അവിടെ 8 പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇട്ടത് പുറത്ത് വെളിയിൽ ഡ്യൂട്ടിക്ക് ഇട്ടതിൽ ആ സൈഡിൽ ഒരു കണ്ടം ചെയ്യേണ്ട ജീപ്പ്, അതുപോലെ ഒരു ജീപ്പ് കൊണ്ടുവന്നിട്ട് ആ ജീപ്പിനകത്തായിരുന്നു അവർ ഇരുന്നതും
ഒക്കെ എന്നുള്ളതാണ്. എത്ര ജനദ്രോഹ നയങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ കന്റോൺമെന്റ് ഹൗസിൽ നമ്മൾ നേരത്തെ ക്ലിഫ് ഹൗസിൽ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, ക്ലിഫ് ഹൗസിൽ പോലീസുകാർക്ക് വേണ്ടി പ്രത്യേക ഒരു സംവിധാനമൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു. അവർക്ക് മാന്യമായി ഇരിക്കാനും മാന്യമായി ആ ഒരു ചെറിയ അവര് ക്ലിഫ് ഹൗസിന് സംരക്ഷണം ഒരുക്കുന്നവർക്ക് കൃത്യമായി അവരുടെ സൗകര്യാർത്ഥം എല്ലാ കാര്യങ്ങളും അവിടെ ഏർപ്പാട്. അതെ, അപ്പൊ അങ്ങനെ ചെയ്തിരുന്നിടത്താണ് ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്ര ക്രൂരമായിട്ടായിരുന്നു കേരളത്തിലെ പോലീസുകാരെ അടക്കം അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവായി വന്ന ഒരാൾ ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയി എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. തൊഴിലാളി ദ്രോഹവും ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ അതനുസരിച്ച് റിയാക്ട് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടി ഗ്രാമം ആയതുകൊണ്ട് മാത്രം ഒരു പക്ഷേ ധർമ്മടത്ത് അദ്ദേഹം വിജയത്തിലേക്ക് പോയി. മാത്രമല്ല മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചറോ പണമോ അല്ലെങ്കിൽ അവിടെ ജയിക്കുമെന്ന പ്രതീക്ഷയോ ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് നേതാക്കന്മാർ പോലും ഇവിടെ ചെന്നില്ല എന്നാണ് അദ്ദേഹം പരാതി. പൊതുവെ കണ്ണൂർ ജില്ലയിൽ പ്രചരണത്തിന് എനിക്ക് തോന്നുന്നു ആകെ പോയത് നമ്മുടെ രമേശ് ചെന്നിത്തല മാത്രമാണ്, വേറെ ആരും പോയില്ല. കെ സുധാകരൻ പോലും വലിയ കാര്യമായി എടുത്തിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ചും കണ്ണൂരിന്റെ വടക്കൻ ഭാഗങ്ങളിൽ അദ്ദേഹം പ്രചാരണത്തിന് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തളിപ്പറമ്പും മറ്റുമൊക്കെ. തളിപ്പറമ്പില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ലീഡ് ചെയ്ത സ്ഥലമാണ് തളിപ്പറമ്പ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ നേതാക്കൾ ആരും ഇപ്പൊ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അല്ല, പൊതുവെ എല്ലാവരും കണക്കൂട്ടല്. പക്ഷെ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. കാരണം ഈ വോട്ടെടുപ്പിനോട് അടുക്കുമ്പോൾ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് UDF അനുകൂലമായ ഒരു തരംഗം. അത് തരംഗം എന്ന് പറയുന്നത് UDFന്റെ മിടുക്ക് കൊണ്ടുണ്ടായതല്ല, ഈ ഭരണവിരുദ്ധ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം കൂടെ ഉണ്ടായി. അത് സന്ദീപിന് ഗുണം ചെയ്തു. ഇതെല്ലാം കൂടെ അത് മുന്നിൽ കണ്ടാണ് സന്ദീപ് കുറെ കാലമായി തലങ്ങും വിലങ്ങും ഒരു കാര്യമില്ലാതെ RSSനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ടുകൾ അയാള് UDFിലേക്ക് പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഏത് നേരത്തും ആവശ്യമില്ലാതെ RSS പറഞ്ഞുകൊണ്ടിരുന്നതേ അതിനുവേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ. അല്ല, അതിന്റെ പ്രയോജനം അങ്ങനെ അതെ, അദ്ദേഹത്തിന് അത് ഗുണം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ അത് ഈ കണ്ണൂർ ജില്ലയിലും ഞാൻ പറയുന്നത് കുറച്ചുകൂടി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ ഇവര് കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടെ ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് ജില്ലകളും തൂത്തുവാരിക്കൊണ്ട് UDFന് പോകും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു സംവിധാനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ എന്തായാലും പിണറായി വിജയൻ ഇപ്പോ അണികളുടെ മുന്നിൽ തികച്ചും പരിഹാസ്യനായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ പേരും അദ്ദേഹത്തിന് പോയിരിക്കുന്നു. ഒരു നല്ല മുഖ്യമന്ത്രി എന്ന രീതിയിൽ പേര് വരേണ്ട ഒരാൾ ഒരുപക്ഷെ CPM-കാരെങ്കിലും പറയേണ്ട, മറ്റുള്ളവർ പറഞ്ഞെങ്കിലും CPM-കാരെങ്കിലും പറയേണ്ട തരത്തിലുണ്ടായിരുന്ന ഒരാളെ ഏരിയ കമ്മിറ്റിയിലുള്ളവർ വരെ രാജിവെച്ച് പോകണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ പിണറായി വിജയന്റെ പതനം എത്രത്തോളം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് പിണറായി വിജയൻ ഒപ്പം നിൽക്കുന്നവരല്ല, നേതാക്കന്മാരല്ല. ഇപ്പൊ നേതാക്കന്മാരാരെങ്കിലും പറയണേ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഏറ്റവും താഴെയുള്ള ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിന്ന് വരാനുള്ളൂ. അതെ, ആലപ്പുഴയിലും ഒക്കെ അദ്ദേഹത്തിനെതിരെ നല്ല വിമർശനം ഉണ്ടായില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളം ജില്ലാ കമ്മിറ്റികളും വിമർശനം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഇത് വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അത് നമുക്ക് പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ തന്നെ മനസ്സിലായി. വലിയ രീതിയിൽ മറിച്ചു കുത്തി. BJPക്ക് പോലും കിട്ടിയില്ല. പോസ്റ്റൽ വോട്ട് ഏറ്റവും കുറവ് കിട്ടുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷെ BJPക്ക് പോലും നല്ലതായിട്ട് കിട്ടി പോസ്റ്റൽ വോട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയന്റെ പതനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനമൊക്കെ പിടിച്ച് ക്യാബിനറ്റ് പദവിയൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉള്ള ഒരു നീക്കമൊക്കെ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ ആളും അമ്പാരിയൊന്നും വേണ്ട, സുരക്ഷയൊന്നും വേണ്ട എന്നാണ്. നേരത്തെ ഇത് പറഞ്ഞിരുന്നില്ല. 10-40 കാറുകളുടെ അകമ്പടി ഇനിയിപ്പോ കിട്ടില്ലെന്ന് ഉറപ്പുള്ളൂ. 40 കാർ കിട്ടില്ലെന്ന് ഉറപ്പുള്ളപ്പോ പിന്നെ ഒന്നും വേണ്ട. ഒരു കാറിന്റെങ്കിലും അകമ്പടി കിട്ടില്ലേ, അതും വേണ്ടെന്ന് വെച്ചു. അതെങ്കിൽ നല്ല മാറ്റമാണ്. കാരണം അദ്ദേഹത്തിന് പുനർവിചിന്തനം നല്ലതാണ്. കാരണം കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ചിൽ ഇരിക്കുന്ന പടമൊക്കെ വന്നിരുന്നു. പണ്ട് കസേരയും കുഷ്യനുമായി പോയി കസേര ഇട്ടിരുന്ന ആളാണ്. റെയിൽവേ സ്റ്റേഷനകത്ത് കസേര ഇട്ടിരുന്ന ആളും അമേരിക്കയിൽ ഇട്ടിരുന്ന ആളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അമേരിക്ക കസേര ഇട്ടല്ല, ആരും ഇട്ടുകൊടുത്ത കസേര അവിടെ. അമേരിക്ക വരെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അതോ അമേരിക്കയിൽ എങ്ങനെ ഈ കമ്പി കസേര വന്നതിനെ സുഖം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അല്ലല്ല, അത് ഒറിജിനലാണ്. ഏതായാലും അമേരിക്കയിൽ അങ്ങനെ ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇത് ആദ്യമായിട്ട് തന്റെ ഇടത്തോടുകൂടി പാർട്ടിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു, പാർട്ടിയെ നയിച്ച ക്യാപ്റ്റന്, കാരണഭൂതനായ ക്യാപ്റ്റന് തെറ്റ് സംഭവിച്ചിരിക്കുന്നു,
അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കണം എന്ന് ഒരു ചുണക്കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീപത്മനാഭന്റെ മണ്ണിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ പതനത്തെയാണ് കാണിക്കുന്നത്.